ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 8 മണി മുതൽ കൌണ്ടിംഗ് ആരംഭിക്കും. 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ അറിയാൻ സാധിക്കും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. സുനിൽ അരുമാനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കും. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണലിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നത്. രാത്രി വൈകിയും പരിശോധനകൾ നടത്തിക്കൊണ്ട് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെല്ലാം. കളക്ടർ തന്നെ നേരിട്ട് വന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. 19 ടേബിളുകളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. വോട്ടെണ്ണുന്നത് ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ്. പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന് വേണ്ടി ഒരു ടേബിളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത് പോലെ തന്നെ 4 ടേബിളുകൾ നേരത്തെ വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് മെഷീൻ, അതായത് പ്രായം 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഭിന്നശേഷിയുള്ളവരുടെയുമായ വോട്ടുകൾ രേഖപ്പെടുത്തി സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് 4 ടേബിളുകളിലായി എണ്ണും. 14 ടേബിളുകളിലായിട്ടാണ് EVM ഇലക്ട്രിക് വോട്ടിംഗ് മെഷീൻ വോട്ട് എണ്ണലിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ടേബിളിലും ഓരോ ഉപവർണ്ണാധികാരിക്ക് ചുമതല നൽകിയിട്ടുണ്ട്. വർണ്ണാധികാരിയുടെ മേൽനോട്ടത്തിലായിരിക്കും മുഴുവനായിട്ടുള്ള വോട്ടെണ്ണൽ പ്രക്രിയയും നടക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തും. അവിടെ നിന്ന് മെഷീനുകൾ രാവിലെ തന്നെ 7:30 തന്നെ മെഷീനുകൾ ഈ ടേബിളിലേക്ക് കൊണ്ടുവരികയും വിവിധ ടേബിളുകളിലേക്ക് പഞ്ചായത്ത് തിരിച്ച് ബൂത്തുകളുടെ പെട്ടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തരംതിരിച്ച് നൽകുകയും ചെയ്യും. അതിനുശേഷം ആണ് വോട്ട് എണ്ണി തുടങ്ങുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുന്നത്. ഇത് ഏകദേശം 2000 അടുപ്പിച്ച് പോസ്റ്റൽ വോട്ടുകൾ ഉണ്ട് എന്നുള്ളൊരു കണക്കുകളാണ്. ഇതിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ ആയിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങുന്നത്. 9 പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ എണ്ണേണ്ടത്. 180 ബൂത്തുകളാണ് വോട്ടെടുപ്പ് നടന്നത്. അപ്പോൾ ഈ ഓരോ ബൂത്തുകളിലും വോട്ട് എണ്ണൽ നടത്തി അത് വിവിധ റൗണ്ടുകളിലായി എണ്ണിയ ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം വരുന്നത്. ഫലപ്രഖ്യാപനം ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫലപ്രഖ്യാപനം ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് വഴി എല്ലാവർക്കും ലഭ്യമാണ്. മാധ്യമപ്രവർത്തകർക്കും ഇതിന് തൊട്ട് മുമ്പിലായിട്ട്, അതായത് ചെറുതുരുത്തി ഈ വോട്ട് എണ്ണൽ നടക്കുന്ന കേന്ദ്രത്തിന് തൊട്ട് മുന്നിലായി പ്രത്യേക പവലിയൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് ഈ അപ്ഡേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി മണിക്കൂറുകൾ എന്ന് പറയുന്നില്ല, വേണമെങ്കിൽ കാത്തിരിപ്പിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. കാരണം അത്രയേറെ കാത്തിരിക്കുകയാണ് ചേലക്കരയിലെ വോട്ടർമാർ. അപ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാ മുന്നണികളും വെച്ചു പുലർത്തുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷം തുടർ ഭരണം ഉറപ്പാക്കിക്കൊണ്ട് ആ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്നുള്ള കൃത്യമായ കാൽക്കുലേഷൻ നടത്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതുകൊണ്ട് ഇടതുപക്ഷത്തിന് തന്നെ വിജയം ഉറപ്പാകും. UR പ്രദീപ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. അതേസമയം തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് UDF ഉള്ളത്. UDF വനിതാ സ്ഥാനാർത്ഥി ഇറക്കിക്കൊണ്ട് നേരത്തെ ആലത്തൂരിലെ MP ആയിരുന്ന രമ്യ ഹരിദാസിനെ ഇറക്കിക്കൊണ്ട് അവർ തിരിച്ച് മണ്ഡലം പിടിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മണ്ഡലം തങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. NDAയുടെ പാളയവും പ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. അവർക്ക് വോട്ടിംഗ് നില മെച്ചപ്പെടുത്താൻ സാധിക്കും. അവർക്കും വിജയം ഉറപ്പാണ് എന്നുള്ള പ്രതീക്ഷകളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വതന്ത്രന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തെ സാരമായി ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തന്നെ നടത്തിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇനി രാവിലെ 8 മണിക്ക് തന്നെ ഈ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനു മുമ്പായി തന്നെ ഈ കേന്ദ്രങ്ങളിലേക്ക് പ്രവർത്തകരെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നതിന് ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കും. സ്ഥാനാർത്ഥികളും ഇടത് വലതുപക്ഷ സ്ഥാനാർത്ഥികളും ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് രാവിലെ 8 മണിക്ക് ശേഷം എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ വോട്ടെണ്ണലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റെല്ലാ ഉദ്യോഗസ്ഥരുടെ എല്ലാ ചുമതലകളും വീതിച്ച് നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.